അപ്പോൾ ഇന്ന് ചെറിയൊരു വിശേഷമുണ്ട് കേട്ടോ. ഇന്നെൻ്റെ പിറന്നാളാണ്. അപ്പോൾ ഇത് അച്ചുവേട്ടൻ വരുമ്പോൾ കേക്കൊക്കെ കൊണ്ടുവന്നു. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് കേക്കൊക്കെ കട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ നമ്മൾ ബിരിയാണി ഇന്ന് വെക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാനാണ്. കുറേ ദിവസമായി ബിരിയാണി തിന്നാൻ വേണ്ടിയിട്ട് ഭയങ്കര കൊതി. അപ്പോൾ ഇവിടെ അച്ഛൻ നന്നായിട്ട് ബിരിയാണി ഉണ്ടാക്കും. അപ്പോൾ നമ്മൾ അച്ഛനെ കൊണ്ട് വെപ്പിക്കാമെന്ന് വെച്ചു. അപ്പോൾ അച്ഛൻ പണിക്ക് പോയിരിക്കുക. അപ്പോൾ പോയി വരുമ്പോഴത്തേക്കും നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കാൻ വേണ്ടി ഞാനും അമ്മയും കൂടി ഇതാ ചിക്കനൊക്കെ റെഡിയാക്കി വെക്കുക കേട്ടോ. ചിക്കനൊക്കെ നല്ല മുളക് പൊടി ഇതൊക്കെ ഇട്ട് നല്ല പുരട്ടി വെച്ചിട്ടുണ്ട്. ചിക്കൻ ഇങ്ങനെ കൈയും കൊണ്ട് കുഴക്കണം അല്ലേ, പക്ഷെ അത് കഴിഞ്ഞപ്പോൾ കൈക്ക് ഭയങ്കര പുകച്ചിലായിരിക്കും. എൻ്റെ കൈക്കും ഉണ്ട്, പക്ഷെ ഞാനിന്ന് പുരട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് അമ്മ ഇത് ചിക്കനൊക്കെ വറുത്ത് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അച്ഛൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യണം. ഞാനും അമ്മയും കൂടെ ഒന്നിച്ച് ആക്കാൻ വേണ്ടിയിട്ട് ഇരുന്നതാണ് കേട്ടോ. പക്ഷേ അമ്പുട് മോൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കരയുന്നതുകൊണ്ട് അവനെ എടുത്തുകൊണ്ട് നടപ്പായി കേട്ടോ. അപ്പോൾ അത് അച്ഛൻ വന്നിട്ടുണ്ട്. അപ്പോൾ ബാക്കി ഇത് കണ്ടില്ലേ, ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇതൊക്കെ അമ്മയാണ് കേട്ടോ റെഡിയാക്കി വെച്ചത്. അപ്പോൾ അച്ഛൻ പണി തുടങ്ങുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ റൈസും കൂടെ ആയാൽ മതി. മസാല നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം ചടപടേ എന്ന പരിപാടിയൊക്കെ തീർക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് ചേട്ടൻ വരുന്ന കഴിക്കുന്ന മുന്തിരി മേടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം മധുരമുള്ള മുന്തിരിയാന്ന് പറഞ്ഞ് മേടിച്ചത്, പക്ഷേ ഭയങ്കര പുളിപ്പാണ് കേട്ടോ. അപ്പോൾ ഇതുണ്ട്, കുറച്ചധികം ഉണ്ട്. ഇതുണ്ടല്ലേ, അതിൽ ചിലതൊക്കെ പഴുത്തിയാണ്, അധികവും ഭയങ്കര പുളിപ്പുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ബിരിയാണിയും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇത് മസാല റെഡി ആയിട്ടുണ്ട്, അപ്പുറത്ത് ചോറ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മിക്സ് ആക്കിയാൽ മതി കേട്ടോ. അമ്മയാണെങ്കിൽ വൈകുന്നേരം തന്നെ ഇലയൊക്കെ മുറിച്ച് വെച്ചു കേട്ടോ. അപ്പോൾ നമുക്ക് രാത്രി ഇലയിലൊക്കെ കഴിക്കാമല്ലോ, പിന്നെ പാത്രവും കഴുകണ്ട. അപ്പോൾ നമുക്ക് ഇലയിലൊക്കെ കഴിക്കാം. അപ്പോൾ അതെല്ലാം വിളമ്പി വെക്കാൻ പോവാണ്. അത് അച്ഛനും മോനും അവിടെ ഇരുന്ന് എന്തൊക്കെയോ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ ചള്ളാസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ചള്ളാസ് ഉണ്ടാക്കി നോക്കുമ്പോൾ അച്ചാർ ഇവിടെ തീർന്നു പോയി കേട്ടോ. അച്ചാർ മേടിക്കാനാണെങ്കിൽ മറന്നും പോയി. അപ്പം പിന്നെ ഉള്ളത് കൊണ്ടൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. അപ്പം നമ്മൾ 3 പേരും ഇപ്പോൾ കഴിച്ച് കഴിഞ്ഞിട്ട് വേണം ഇനി അമ്മയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ടോ. മോൻ അമ്മേൻ്റെ അടുത്ത് കൊടുത്തിരിക്കുക, അവൻ ഉറങ്ങിയിട്ടില്ല ഇതുവരെ. അപ്പോൾ ഞങ്ങൾ വേഗം കഴിക്കട്ടെ. കഴിച്ച് കഴിഞ്ഞിട്ട് വേണം ഇനി മോനെ പിടിച്ചിട്ട് വേണം ഇനി അടുത്ത അമ്മയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഞാൻ കഴിച്ചു തുടങ്ങാൻ കേട്ടോ. നല്ല ബിരിയാണി ആയിരുന്നു. പിന്നെ ഇല്ലെങ്കിൽ അച്ഛൻ വെക്കുന്ന ബിരിയാണി ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അച്ഛനിവിടെ ഓണത്തിനും വിഷുവിനും അങ്ങനെ നല്ല ദിവസമൊക്കെ വരുമ്പോൾ അച്ഛൻ തന്നെയാണ് വെക്കാറ് കേട്ടോ. അപ്പോൾ ഏട്ടന്മാരും ഏച്ചിമാരും ഒക്കെ വരുമല്ലോ, കുട്ടികളൊക്കെ വരും അന്നേരം. അപ്പോൾ ഇത് അച്ചുവേട്ടൻ അപ്പുറത്തിരുന്ന് കഴിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കഴിക്കാം. അപ്പം നമുക്കിനി അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ.